ബ്ലാക്ക് ഇത് നല്ല സാധനമാണോ? കിടിലൻ സാധനമാണ്. ഞാനിതൊന്നും അടിച്ചിട്ടില്ല. ഇതടിച്ചിട്ട് മിക്കവാറും ഇരുട്ട് തപ്പി നടക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. പിന്നെ നീ ആ വീട്ടിൽ ചെന്നിട്ട് ബാബുവളിയനെ കൂടി ഇങ്ങനെ വിളിച്ചോണ്ട് പോവാ. ഏതളിയൻ? കട്ടപ്പനയിൽ വന്ന ബാബുവളിയനില്ലേ, ജെസിയുടെ കെട്ടിയവൻ. പുള്ളിയെ വിളിച്ചോണ്ട് പോവാ. നമുക്ക് പറ്റിയ കമ്പനിയാണ്, എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ടച്ചിങ്സിന് എന്തെങ്കിലും അവിടെ ആകുമ്പോൾ നല്ല ചാറൊക്കെ കാണും, കോഴിയുടെ മത്തങ്ങയൊക്കെ കാണും. ശാലം എടുത്തോണ്ട് പോവാ. എൻ്റെ അണ്ണ അതൊക്കെ നാണം കെട്ട ഇടപാടാ. എന്നാ നാണക്കേട്? ആ കല്യാണ വീടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ അളിയന്മാരും കൂട്ടുകാരും ഒക്കെ കൂടി ചെറുത് പൊട്ടിക്കും. അപ്പോൾ അവിടുന്ന് കോഴിയുടെ കുടലും മത്തങ്ങായും ഒക്കെ കറി വെച്ചിട്ടുണ്ട് രാത്രിയിലത്തേക്ക്. ശാലം കോഴിക്കൊണ്ട് പോവാ. ഞാനൊന്നും പോകത്തില്ല. ആ നാണം കെട്ട ഇടപാട് ചുമ്മാ. എന്നാൽ നീ വീട്ടിൽ പോയി എന്നെ വിളിച്ച് കറി എടുത്തോണ്ട് പോവാ. വീട്ടിൽ കടലക്കറിയാന്നേ. കടലയോ? വറുത്തരച്ച് വെച്ചാണേ അത് മതി, എടുത്തോണ്ട് പോവാ. നല്ല മൂടാ, എരിവും ഉണ്ടല്ലോ. ഇന്ന് യുവറേജിൻ്റെ അവിടുന്നേ ഹാഷിഷ് ഓയിലുമായിട്ട് രണ്ടോമാരെ എക്സൈസ് പൊക്കിയിട്ടുണ്ട്. അത് ഈ വെളിച്ചെണ്ണയ്ക്കൊക്കെ വില കൂടിയോണ്ടായിരിക്കുമെന്നേ ഈ ഹാരിഷ് ഓയിലൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്നേ. ഹാരിഷ് ഓയിലല്ല, ഹാഷിഷ്, മയക്കുമരുന്നാ. ആ, മയക്കുമരുന്നാണോ? നീ വർത്താനം പറഞ്ഞിരിക്കാതെ പോയിട്ട് വാ. പോയി അളിയനെ വിളിച്ചോണ്ട് പോവാ. ഞാൻ പറഞ്ഞ മറക്കണ്ട. ഇന്ത്യയിൽ ഇച്ചിരി ടച്ചിങ്സ് കോഴിയുടെ മത്തങ്ങ ആയാലും കുഴപ്പമില്ല. അപ്പം അടിച്ചിട്ട് പോയിട്ട് ഇവിടുത്തെ പിള്ളേരുടെ കൂടെ ഒന്ന് നമുക്ക് ഇച്ചിരി വൈവ് കാണിക്കാനുള്ള 2Kയുടെ കൂടെ ഞാൻ പോയിട്ട് വരാം. പോയിട്ട് വാ.